ഫ്രണ്ട്സ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് കയറുന്നുണ്ട്. മോട്ടർ ഫ്രണ്ടിലുള്ള ദുബൈയിൽ ഞാൻ ഫസ്റ്റ് വരുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക്. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര കാണാത്ത ടൈപ്പ് വെജിറ്റബിൾ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടാകും നോക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ബത്തക്കാൻ്റെ മല ബത്തക്ക കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ബത്തക്കാവും ഷമാവും പിന്നെ മക്കളെ ബത്തക്ക നമ്മളെ നാട്ടിൽ കാണുന്നുണ്ടാവും. ബത്തക്കാണ് അല്ലെങ്കിൽ പൊന്തിക്കാൻ ഒരു കഴിഞ്ഞില്ല. പുതിയ പേരാ മറ്റിടണം. 30 കിലോ മറ്റുണ്ടാവും ഇത്. പിന്നെ കുറെ ആളും ഇത് ഭയങ്കര മാർക്കറ്റ്. റേറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല, റേറ്റ് കുറവുണ്ടാകുന്നറിയില്ല. മാത്രം സാധനം എല്ലാ സാധനവും ഉണ്ട്, എല്ലാ രാജ്യത്തെ സാധനവും ഉണ്ട് ഇവിടെ. എല്ലാ കൺട്രീസിൻ്റെയും എല്ലാം ഫ്രഷ് ഉണ്ടാവും. ഇത് വേറൊരു കൺട്രിയിൽ നിന്ന് വരുന്നുള്ളത്, അപ്പോൾ ഫ്രഷ് ഉണ്ടാവില്ല അങ്ങനെ എന്തുമില്ല. ഭയങ്കര ഈ മാർക്കറ്റിലുള്ള പ്ലാന്റ്സിൻ്റെ ഉണ്ട്, ഇതെല്ലാം ഒറിജിനൽ പ്ലാന്റ്സ് തന്നെ. ഇതെല്ലാം കുന്നു കൂട്ടിയിട്ടുണ്ട് ഫ്രൂട്ട്സ്. എന്നിട്ട് ഇത് മാർക്കറ്റ് മാർക്കറ്റ് തന്നെ. ഇത് നടന്നിട്ട് വെച്ചിട്ടുള്ളത് അപ്പുറത്തെ ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ കുറേ നടന്നിട്ട് ഇത് മാത്രം ഭയങ്കര സംഭവമാണ്. UAE പോലത്തെ ഒരു രാജ്യത്ത് ഇതൊന്നും ഇവിടുത്തെ ഫ്രഷ്ലി ആകുന്ന സാധനമല്ല, എല്ലാ വേറെ കൺട്രിയിൽ നിന്ന് വരുന്നില്ല. അന്നും എത്ര ഫ്രഷ്ലി ഓർമ്മിക്കുന്നത്. ഭയങ്കര സംഭവം. നോക്കിയത് നാട്ടിൽ പച്ചക്കറിൻ്റെ പൊടിയിലെല്ലാം വെച്ചിട്ടുണ്ടാകുന്നില്ലേ, അതിനങ്ങാട്ടി ജാസ്തി സാധനം. റേറ്റെല്ലാം കേട്ട്, റേറ്റൊന്നും അത്ര വില ജാസ്തി ഇല്ല, ഒന്നും നോർമല്, വില കുറവുമില്ല. മാത്രം ഭയങ്കര ഫ്രഷ് ഫീലാകുന്നുണ്ട്. ഇതെന്തെങ്കിലും അടിച്ചിട്ട് വെക്കുന്ന എന്താണെന്ന് അറിയില്ല. എല്ലാം ഇപ്പോൾ വലിയ ഇതിൽ നിന്ന് വലിച്ചിട്ട് കൊണ്ടിട്ട് വെച്ചൊക്കെ ഉണ്ട്. അല്ല എന്ത് ലുക്ക്, എങ്ങനെ സെറ്റിങ് ആക്കിയിട്ട് വെച്ചിനോ, അത് ഭയങ്കര മജ. ഇതിൽ തന്നെ ലാർജസ്റ്റ് ഫുഡ് മാർക്കറ്റ് ഇത്. എല്ലാം ഉണ്ട്. എന്താ ഇവിടെ പോയെങ്കിൽ നെയ്യ്, പിന്നെ ഇതിൻ്റെ ഇവിടെ ഉള്ളത് മുട്ട, നാടൻ മുട്ടയാണെന്നറിയാലോ, ഇവിടെ കാടമുട്ട എല്ലാം ഉണ്ട്. നാട്ടിലേക്ക് എത്തിയാൽ കഴിഞ്ഞ നേറിയില്ലെങ്കിൽ എല്ലാ സാധനവും ഉണ്ട്. കാടമുട്ട കണ്ടിട്ടാകുമ്പോൾ വേണമെന്നായി 10 ദിറംസിന് 25 മുട്ട കിട്ടുന്നത്. 10 ദിറംസിന്. അങ്ങനെ ഞാൻ എന്താക്കി 10 ദിറംസിൻ്റെ കാടമുട്ട മേങ്ങി ഉപ്പിലിട്ടത്. ഇത് ഉപ്പിലിട്ടാ ബ്രോ? ഉപ്പിലിട്ടത്, തേങ്ങണ്ണയ്ക്ക് നാട്ടിൽ ഭയങ്കര വില. ഇടത്തിലുണ്ട് തേങ്ങണ്ണയ്ക്ക് 1 ലിറ്ററിന് 40 ദിറംസാ. 40 ആകുമ്പോൾ ഏകദേശം 1000 റുപ്യൻ്റെ അടുത്തായി. അപ്പോൾ പൊണ്ടം പിക്കുന്നത് എങ്ങനെയാന്ന് നോക്കി. പൊണ്ടം ഏത് കൺട്രീൻ്റെതെന്ന് അറിയാലോ. ഇത് നല്ല കവറിലിട്ടിട്ട് വയ്ക്കുന്നത് മുട്ട, കാടമുട്ട, നാടൻ മുട്ട. ഇതെന്തെന്ന് അറിയില്ല. നെയ്യല്ലേ, ഫ്രഷ് നെയ്യുണ്ട്. ഇത് ഏടൊക്കെ ഞാൻ മംഗലാപുരത്ത് മാർക്കറ്റിലേക്ക് എത്തിയതാ. നാടൻ മുട്ട കണ്ട് നടന്നങ്ങ് തീരുന്നില്ല. പുറത്തേക്ക് ചെയ്യുമ്പോൾ ഫുള്ള് വെറൈറ്റി. എന്നിട്ട് ഉപ്പിലിട്ടതെന്ന് അറിയില്ല. എന്നിട്ട് ജെയ്ത്തൂന് വേറെ എന്തെല്ലാം ഉണ്ട്, നമുക്ക് തീർന്നു ചെല്ലാനറിയില്ല. സാധനം എന്തെല്ലാം ഉണ്ട്. മണ്ണിൻ്റെ ചട്ടി എന്തെല്ലാം ഉണ്ട്, ഫുള്ള് മണ്ണിൽ കളി. ഇത് കളിമണ്ണിൽ ഉണ്ടാക്കുന്നതും ഭയങ്കര നല്ല ഉണ്ട്. ഇത് മീനിൻ്റെ മീൻ മാർക്കറ്റിൻ്റെ ആ ഒരു ഇതിൽ ഫുള്ള് മീനിൻ്റെ ഇതിലെന്ന് ലൈറ്റിങ്സ്. പഴയ കാല നമ്മളെ ഇവിടെ ദുബൈൻ്റെ മീൻ പിടിക്കാൻ പോയിക്കൊണ്ടാണ് ഞങ്ങത്തെ തോണി. ഫ്രണ്ട് റെസ്റ്റോറൻറ്റ്സ്. ഇതിൻ്റെ പുറത്ത് എന്തല്ല നോക്കാമോ പോയിട്ട്. ഇത് ഭയങ്കര അല്ല അയ്യപ്പാ, ഇത് പൊളി സംഭവമല്ല. ഇവിടെ ഭയങ്കര വൈബല്ല, തണുപ്പുണ്ട് പുറത്തിറങ്ങുമ്പോൾ നല്ല. ഇന്ന് ഓഹോ മജയുണ്ട് പുറത്ത്. സീ വ്യൂവാ. ഇത് സീ വ്യൂ ആണോ വാസി? സീ വ്യൂ ആ ഇത് പൊളിയല്ല. ഇതാ ഇവിടുത്തെ സ്പെഷ്യൽ എന്താ പറയുക, ഇവിടുന്ന് ഫിഷ് എടുത്തിട്ട് ഇവിടെ കൊടുത്തങ്ങ് ഒരു ഗ്രില്ലാക്കിയിട്ട് തരുന്നുണ്ടല്ലോ. ഇവിടെ എല്ലാം മീന് തിന്നുന്ന ആൾക്ക് ഭയങ്കര സംഭവം. ഇവിടെ തിരക്കൊക്കെ ഭയങ്കര തിരക്ക്. അപ്പാ പൊളി സാധനമോ, എന്തോ ഒരു വൈബാവോ, ഇഷ്ടപ്പെട്ട്. ഞാൻ ദുബൈയിൽ ഉണ്ടാഞ്ഞല്ലാണ്ട് ഇതെന്തോ കണ്ടിട്ടാ, ഇതെല്ലാം ഫസ്റ്റ് കാണുന്നത്. ഭയങ്കര വൈബ് ഇവിടെ.
അപ്പോൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ആക്കുന്ന ഇത്ര തന്നെ വെജിറ്റബിൾ മാർക്കറ്റ് ഇതും കണ്ടിട്ടാകുമ്പോൾ കുറച്ച് പാങ്ങായി അങ്ങനെ എടുത്തത്. നല്ലുണ്ട് എല്ലാം അടിപൊളി. വരാത്തവരുണ്ടെങ്കിൽ ദുബൈയിലുള്ളവർ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലേക്ക് വരാൻ മറക്കണ്ട, കാരണം നല്ലുണ്ട്. ഞാൻ ഫസ്റ്റ് വന്നേ. അടിപൊളി.